കൊലപാതകം ചെയ്തതും ചെയ്യിച്ചതും എല്ലാം ചെയ്തത് CPM ആണ്. ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയത് CPM-ഉം സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടിയാണ്. പൊതുജനങ്ങളുടെ നികുതി പണം വരെ അതിനുവേണ്ടി ചെലവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്കറിയാം, ഇത് കുറ്റകരമായൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകെ CPM ആണ് ഗൂഢാലോചന നടത്തിയത്. ആരാണ് കൊല്ലേണ്ടവരാരാണ്, കൊല്ലുന്നവരാരാണെന്ന് തീരുമാനിച്ചത് CPM ആണ്. എങ്ങനെ കൊല്ലണം എന്ന് തീരുമാനിച്ചത് CPM ആണ്. കൊന്നു കഴിഞ്ഞിട്ട് പ്രതികളെ എവിടെ ഒളിപ്പിക്കണമെന്ന് തീരുമാനിച്ചതും ഒളിപ്പിച്ചതും CPM ആണ്. എല്ലാ തെളിവുകളും നശിപ്പിച്ചതും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെപ്പിച്ചതും CPM ആണ്. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. എന്നിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തത് കേരളത്തിലെ സർക്കാരാണ്, CPM ഭരിക്കുന്ന സർക്കാർ. CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി നികുതി പണത്തിൽ നിന്നാണ് 1 കോടിയോളം രൂപ ചെലവാക്കിയത്. അത് സർക്കാരാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. 2 ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തും.